എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോ നമ്മുടെ TIM കോളേജിലെ ലാസ്റ്റ് വ്ലോഗാണ്. ഇന്നത്തോടു കൂടി നമ്മൾ ഇവിടുന്ന് പോവാണ് അല്ലേ. അപ്പൊ ഇന്ന് ഞങ്ങളുടെ ഫെയർവെല്ലാണ്. അപ്പൊ ഇവിടുത്തെ ബാക്കി വിശേഷങ്ങൾ എല്ലാരും ഒന്ന് കാണിക്കാം. കട്ടിയുണ്ടല്ലോ ഗായ്സ്, വേണ്ട. അപ്പൊ ഇവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ നമ്മുടെ ജൂനിയേഴ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒടുക്കത്തെ മഴയാണ് ഗായ്സ് ഇവിടെ. സോ ആരാ വരുന്നത്? ഓരോ ആളുകളായിട്ട് വരുന്നത് നമുക്ക് കാണാൻ. കണ്ടോ, ജീപ്പ് വരെ കൂട്ടിട്ടാണ് ഫെയർവെല്ലിൽ ഓരോ ആളുകൾ വരുന്നത്. സോ നമ്മളെ മിൻഹ വന്നിട്ടുണ്ട്. മിൻഹ, ലാസ്റ്റ് മൊമെന്റിൽ മിൻഹയ്ക്ക് എന്താ മിൻഹ പറയാനുള്ളത്? നമ്മൾ ഇനി ഹലോ ഗൈസ് എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ ബുക്കി പിടിച്ചതിന് വരൂല. ശരിയാണ്. അപ്പം ഇവിടെ വ്ളോഗിലൂടെ നമുക്ക് ഒരുപാട് പേർക്ക് ഫേമസ് ആവാൻ പറ്റിയിട്ടുണ്ട്. അതിന് ആദ്യം തന്നെ ഒരു താങ്ക്സ് പറയാം. 1, 2, 3, 4 ആൾക്കാർ അറിയും, എന്നാലും കുഴപ്പമില്ല. ആൾക്കാരറിയല്ലോ. പിന്നെ നല്ല മഴയാണ്, മേൽക്കമ്പൽ ഒലിച്ചു പോയി. അതാണ് ഒരു വിഷമം. ഈ മഴയത്ത് നമ്മളെല്ലാവരും വന്നിട്ടുണ്ട് എന്തായാലും. ഇപ്പൊ ജൂനിയേഴ്സ് നമുക്ക് വേണ്ടി ഭയങ്കരമായിട്ട് എന്തെല്ലാം ഒരുക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. എല്ലാ വ്ളോഗറെ ഇന്നെന്താ വൈകിയത്? രണ്ട് വാക്ക് പറ. ലാസ്റ്റ് വ്ളോഗാണ്. സേ സംതിങ്. ഭയങ്കര വിഷമമുണ്ട്. നമ്മളെ സെൻഡ് ഓഫ് ഞാൻ എന്ത് ചെയ്യും? ഇനിയിപ്പോ സൗമ്യന്റെ വ്ളോഗിലൊന്നും ഉണ്ടാവില്ലല്ലോ. സാരമില്ല സാറില്ല, ഞാൻ വരും, ഇടയ്ക്കിടയ്ക്കാൻ വരും. നമ്മളെ ജൂനിയേഴ്സ് വിളിക്കുന്നുണ്ട്. അല്ല, ഓരെന്തൊക്കെയാണ് നമുക്ക് വേണ്ടിയിട്ട് അവ ഉണ്ടാക്കി വെച്ചത് നമുക്ക് ചെന്നോ. ശ്രുതി, രണ്ട് വാക്ക് പറ ശ്രുതി. കുറെ ടീമിൽ എവിടെ സ്റ്റെയർ ഉണ്ട്, മൈൻഡ് സ്റ്റെപ്പ് ഇല്ല, താഴെ ഒന്ന് മൂക്കി ഈ സരസ്വതി ക്ഷേത്രത്തിന്റെ പടിയിറങ്ങുമ്പോൾ ഞങ്ങൾ ധന്യരായി. നിങ്ങളെ മുന്നിലിരുത്തിയ കുട്ടികളെ ഈ വർഷം ഈ സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങി പോകുന്നത് 2 വർഷത്തെ നിങ്ങളുടെ ഈ ക്യാമ്പസിലെ ജീവിതകാലം, അത് നിങ്ങളുടെ മനസ്സിന് ജീവിതത്തിന് ഒക്കെ കരുത്തു പകർന്നിട്ടുണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ആ വിശ്വാസത്തിന് പോറലേൽക്കാൻ പാടില്ല. കളിച്ചും ചിരിച്ചും ആടിയും പാടിയും ഒന്നിച്ചെല്ലാവരും നല്ല രൂപത്തിൽ എല്ലാവരെയും സ്നേഹിച്ച് കടന്നു പോകുമ്പോൾ ആ സ്നേഹം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ഓരോ കയറ്റവും ഓരോ ഇറക്കവും എന്തിനാണെന്നറിയണം നമ്മൾ. കണ്ടയാ കാഴ്ചകൾ ലഡു പിടിപ്പിച്ചു ഇത്രയും വലിയൊരു അറേഞ്ച്മെന്റ് കാണുമ്പോൾ അടുത്ത ജന്മത്തിലെങ്കിലും നിങ്ങളുടെ സീരിയസ് ആയിട്ട് ജീവിക്കാനായിട്ട് അഭിനന്ദിക്കട്ടെ. രണ്ടാമതായിട്ട് ഇവിടെയുള്ള ഈ മൊമെന്റ് മുഴുവൻ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ചിത്രം എന്താണെന്ന് പറഞ്ഞാൽ, എനിക്ക് തോക്കാൻ മനസ്സില്ല എന്നുള്ളൊരു ഭാവത്തോടെയാണ് നിങ്ങളൊക്കെ ഇരിക്കുന്നത്. ഈ യാത്ര ഇപ്പം ഇവിടുന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ പുറത്തു പോവുകയാണ്. അപ്പം ഈ കാര്യങ്ങൾ എല്ലാം മനസ്സിൽ വെക്കുക. എന്നിട്ട് എന്താ വെച്ചാൽ ഒരു ജനറേഷനെയാണ് നിങ്ങൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു നല്ല ജനറേഷൻ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ
നിങ്ങൾ മുന്നിലിരുന്നത് കാണുമ്പോൾ നമുക്ക്, ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോൾ കുറേ ഇങ്ങനെ മനസ്സിലിങ്ങനെ മിന്നി പോവാണ്. അന്നത്തിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. വിദ്യാർത്ഥി എന്നുള്ള ഒരു ഘട്ടം അവസാനിപ്പിച്ച് പുതിയൊരു സ്റ്റേജിലേക്ക് നിങ്ങൾ കയറാൻ പോവുകയാണ്. എന്നിരുന്നാലും ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ തൂക്കിയിട്ട ഫോട്ടോസ് കാണുമ്പോൾ തന്നെ ഒരുപാട് മെമ്മറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ തൂക്കിയിട്ട ഫോട്ടോ ഞാനും അഭിരാമം നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ്. ഞങ്ങളുടെ ഒരു ടൂറിന് പോയപ്പോഴുള്ളത്. കാണുമ്പോൾ ഇങ്ങനെ മുമ്പത്തുള്ള ഓരോ ഓർമ്മകൾ എന്ത് പറഞ്ഞാലും ഇത്രയും മനോഹരമായി ഒരുക്കിയതിന് ഒരുപാട് നന്ദി. പിന്നെ കരയൊന്നുമില്ല, അതുകൊണ്ട് ആദ്യമായി സെറ്റ്, കേട്ടറ്റ് എന്നീ ഇരട്ട നേട്ടം സ്വന്തമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനമാണ്. അനുഷ്ണ അനിൽ, ശ്രീഷ്ണ AC. സീനിയേഴ്സിന്റെ ഔദ്യോഗിക പിന്നെ നിങ്ങൾ അടി ഉണ്ടാക്കരുത് അങ്ങോട്ട് ഇങ്ങോട്ട്, ഞങ്ങളാണ് ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞിട്ട്. ആളെ മനസ്സിലായാൽ ഓടി വരിക, ഇവിടെ പറയാം. സാനിയ സിയാർ, നാച്ചുറൽ സയൻസ്. ഇതുപോലെ സമ്മാനം വേണ്ട, സമ്മാനം കൊടുക്കാൻ നമുക്ക്. എന്താ പറയേണ്ടത് തുഷാദ്? നമുക്കിവിടെ ഇങ്ങനെ അറിയാല്ലേ, എന്താ പറയാ, ഇവരിവിടുന്ന് ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവന്റെ കൂടെ പോയ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഹിറ്റ്ലർ മാധവൻ കുട്ടിനെ പോയ എല്ലാവരും ഭയങ്കര നയിച്ച ഒരാളാണെന്ന് കൂടെ പോയ ആൾക്കാർ പറഞ്ഞിട്ടായിരുന്നു. ഭയങ്കര കരുതലുള്ള ഒരു സഹോദരനാണ് നമ്മുടെ വിശാൽ. എന്ന് പറഞ്ഞാല് ബലൂൺ നൽകൽ ഗെയിമാണ്. ഇവിടെയുള്ള ഏതെങ്കിലും ഒരാളെ നിങ്ങൾക്ക് ഹഗ് ചെയ്യാം. ആൻഡ് യു ഹാവ് ടു സേ ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്. എന്തുകൊണ്ട് നിങ്ങൾ ആ വ്യക്തിയെ ചൂസ് ചെയ്തു ഒരു ഹഗ് എന്നുള്ളത് പറയണം. അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോയിട്ട് ആ വ്യക്തിയെ ഹഗ് ചെയ്യാം. ചെറിയൊരു തമ്മിൽ അടിപ്പിക്കാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് കൂടി അത് ഇവിടെ ഇപ്പൊ കുറെ ആൾക്കാരെ പരിചയപ്പെട്ടല്ലോ. അപ്പോ ആ കൂട്ടത്തില് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ള ഒരാളായിട്ട് എനിക്ക് ശ്രുതിനെ തോന്നിയത്. അതില് ഓളെ ക്യാരക്ടറിൽ കുറെ എനിക്ക് ഉണ്ടെങ്കിലോ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അതായത് നല്ലൊരു ക്യാരക്ടറിന്റെ ഒരു ഉടമയാണ് ശ്രുതി. അപ്പൊ ഈ കോളേജിൽ വന്നതിന് ശേഷമുള്ള ദ ബെസ്റ്റ് മെമ്മറി അല്ലെങ്കിൽ ദ ബെസ്റ്റ് ഡേ ഷെയർ ചെയ്യാം. ബെസ്റ്റ് മെമ്മറി എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോ ഇങ്ങനെ ഓർക്കുന്നത് പാരന്റ്സ് ഡേ അന്നാണ്. ആക്ച്വലി എനിക്ക് അങ്ങനെ ഭയങ്കര കഴിവോ അങ്ങനെയൊന്നും എനിക്കില്ല. എനിക്ക് അങ്ങനെ ഒരു ഇതായിരുന്നു, എനിക്കതൊന്നും പറ്റൂല ആവൂല അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെങ്കില് ഇവിടെ വന്നപ്പോ ഒന്നും ചെയ്യാനില്ലാത്തോണ്ടാണ് ഞാനിവിടെ ഡാൻസ് കളിച്ചത്. പക്ഷെങ്കിൽ അതിനുശേഷം ഓരോരുത്തരുടെ റിപ്ലൈ എന്ന് പറയുന്നത് ശരിക്കും എനിക്കിങ്ങനെ തോന്നി ഞാൻ ഇങ്ങനെയുള്ള കളിക്കൂ, അങ്ങനെ ഒരു ഡൗട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ എല്ലാ
എല്ലാവരും നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അധികം ഒന്നും സ്റ്റേജ് മേലൊന്നും കയറില്ല. ഞാൻ എല്ലാം ഒഴിഞ്ഞ് പോകുന്ന കൂട്ടത്തിലാണ്. ടീച്ചിങ്ങിനെ കുറിച്ച് ലേൺ ചെയ്ത് നല്ലോണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. സംസാരിക്കാനുള്ള ഒരു സമയമാണ്. സോ ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വരിക. നിങ്ങളുടെ സത്യം പറഞ്ഞാൽ കരച്ചിലൊന്നും വരുന്നില്ല. ഞാൻ അത്ര ഇമോഷണൽ അല്ല, അതുകൊണ്ട് പിന്നെ എനിക്ക് ഫേവറില് ഇവിടുന്ന് പോകുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അവിടുത്തെ ടീച്ചേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് എടുക്കാത്തൊരു ടീച്ചറായിട്ട് ഇവിടെ ഭയങ്കര ബന്ധമുണ്ട്. മീൻസ് നല്ല ബന്ധം. മിസ്സിനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ എനിക്ക് ഭയങ്കര കണക്ഷൻ തോന്നിയ ഒരാൾ വിദ്യ മിസ്സാണ്. പിന്നെ ഇവിടെ നല്ല ബന്ധം എന്നൊക്കെ പറയുമ്പോ അക്ഷര, ഐ വിൽ മിസ് യു. പിന്നെ അത്ര തന്നെ. പോകുമ്പോ ഇനി എല്ലാവരും കാണാൻ പറ്റുമോന്നറിയില്ല. കണ്ടു കഴിഞ്ഞാല് മിണ്ടണം. ചിലപ്പോ ഞാൻ മിണ്ടൂല. ഡിപ്പെൻഡ്. എല്ലാവരും നല്ല പൊസിഷനിൽ എത്തട്ടെ. എല്ലാവരും കല്യാണത്തിൽ വരണം കേട്ടോ. ഒരു പവർ പാക്ക് ഐറ്റം ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്ത ഒരാളാണ്. കുറച്ച് ഇതാവും എന്ന് വിചാരിക്കരുത്. അത് എന്താ പറയാ, ഞാൻ ഇതിനു മുമ്പും ഇവർ ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ എൻ്റെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻസ് എന്നെ എത്ര ചേഞ്ച് ചെയ്തു ഓരോരുത്തരും. അപ്പോൾ എത്ര എന്നെ ചേഞ്ച് ചെയ്തെന്ന് നിങ്ങൾക്ക് എനിക്ക് പറയാൻ പറ്റില്ല. അത്രയും ശരിയല്ല. അപ്പോൾ ആദ്യം നമുക്ക് ക്ലീഷേന്ന് തുടങ്ങാം. എല്ലാം ക്ലീഷയാണ്. ഇപ്പോൾ കേട്ട് ഒരു രസമായിട്ടുണ്ടാവും. എന്നാലും നമുക്ക് ആദ്യം തന്നെ പഠിപ്പിനെ തുടങ്ങാം അല്ലേ? അപ്പൊ ഒരവസരം നിങ്ങൾക്ക് തരാം. മുഴങ്ങി കേൾക്കുന്ന ശബ്ദം അത് തന്നെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആരാണ് നിങ്ങളുടെ കൂടുതൽ പഠിപ്പി? ഇവിടെ ആദ്യം കേട്ട പേര് തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കോള് വന്നിട്ടുള്ളത്. ആവണി. ഉത്തരമായിരുന്നു നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ക്ഷണിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിലെ അൾട്ടിമേറ്റ് കോഴി അതല്ലേ കൃഷ്ണാണ് എല്ലാവരും. ഇത് കരുതിക്കൂട്ടി ചെയ്തതാണ്. എന്നാലും നമ്മൾ അവാർഡ് തരാതിരിക്കില്ല. അവാർഡ് നൽകാനായി ഞങ്ങളുടെ സ്വന്തം നൂറയെ ക്ഷണിക്കുകയാണ്. അൾട്ടിമേറ്റ് ഫുഡി. Who is the foodie here? നമുക്ക് കിട്ടിയിരിക്കുന്ന ആള് ശ്രുതിയാണ്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷ
വിശ്വസിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വീണത്. ഇതിന്റെ കാശ് ഞാൻ തരാം. പറഞ്ഞില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വായിക്കും. അടുത്തത് കൂട്ടത്തിലെ റീൽ അഡിക്റ്റ് സൗമ്യയാണ്. Blogger Vipat, aka Fatima V. Musically, YouTube, Instagram sensation. Content ഇല്ലാത്ത വൈറലാണ്. Yo, you gotta tell it to your face, bro. ഞാൻ ആലോചിക്കുന്നത് മറ്റൊരു കാര്യം. എന്താണ്? സമ്മാനദാനം നിർവഹിക്കുന്നതിനായി അർജുനെ ക്ഷണിക്കുന്നു. വ്ലോഗിങ്ങിനെ പറ്റി 2 വാക്ക്. ഞാൻ റീലല്ല, ഞാൻ ബ്ലോഗല്ല. എനിക്കിവിടെ റീലായിട്ട് ഒരാളില്ല. നിങ്ങൾ എന്നെ അങ്ങനെ ആക്കല്ല. ഞാൻ ഇതായിട്ടല്ല. ഞാനല്ല എന്ന് പറഞ്ഞെങ്കിലും സമ്മാനം നമ്മൾ നൽകുന്നു. അടുത്തത് എപ്പോഴും ഓരോ വിചാരമുള്ള ഒരാളാണ്. ഓക്കെ, താങ്ക് യു. അടുത്തത് നെക്സ്റ്റല്ല ഞങ്ങൾക്ക് ഫോണിൽ കിട്ടിയത് അക്ഷര അല്ലെങ്കിൽ നെക്സ്റ്റ്, പക്ഷെ എനിക്ക് കിട്ടിയ ആളല്ല. അഷിക. അഷിക. ആരാണ് കൂട്ടത്തിലെ നല്ലവനായ ഉണ്ണി? അതാണ് കൈവക്കി. സമ്മാനം നൽകാനായി ഞങ്ങളുടെ നല്ലവനായ ഉണ്ണിയായ അമലിനെ ക്ഷണിക്കുന്നു. എളുപ്പമുള്ളൊരു സാധനമാണ് വാനമ്പാടി. എന്നെക്കാളും പാടുന്ന കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട് ഗൈസ്. അത് ഞങ്ങൾ കണ്ടായിരുന്നു. അടുത്തത് നമ്മുടെ വേഷങ്ങളിൽ പഴയ സൈക്കിൾ. അർജുനെ വിളിക്കാൻ ഞാൻ നിർബന്ധിതയായിരിക്കുകയാണ്. സത്യത്തില് ഋഷാദ് എന്നെ കളി അവാർഡിന് അർഹനാന്ന് തോന്നി. പക്ഷെ അതിലും യോജിച്ചൊരു അവാർഡ് കിട്ടിയതുകൊണ്ട് ഞാൻ 2ാം സ്ഥാനത്തേക്ക് ഈ അവാർഡ് കൊടുക്കാൻ എന്തുകൊണ്ടും അർഹ. ഇതൊന്നല്ല പുട്ട്. പുട്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് ഞങ്ങൾ കുറെ ആൾക്കാർക്ക് പുട്ട് വേണം. അപ്പൊ ഈ ചെറിയ കുട്ടിയൊന്നും പുട്ടുണ്ടാക്കിയാൽ കഴിയൂല. അപ്പൊ ഈ വലിയ പൈപ്പിലേക്ക് പിന്നെ ഞങ്ങൾ എല്ലാവരും മിസ് ചെയ്യും. ഞാൻ അത് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. കണ്ടു വെക്കണം, കാരണം ഇതേ കഴിഞ്ഞു. ഡാൻസ് ഒന്നും പറയാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞ കണ്ണ് തുറന്ന് നോക്കണം, എന്നാലേ കാണാൻ പറ്റും.
ഫസ്റ്റ് ആണ്. അടിപൊളിയായി കളിച്ചു ഗൈസ്. ഇതാണ് എൻ്റെ ഇടമിന് വലം വരും. ഇപ്പം ഞാൻ മിസ് ചെയ്യും. ഞാൻ എന്ത് ചെയ്യും? ഒരു സംശയങ്ങൾ ഞാൻ ആരോട് ചോദിക്കും? ലാസ്റ്റ് അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടി പോകുന്നു. നമ്മളിങ്ങനെ വൈകിട്ട് പറഞ്ഞല്ലോ കോളേജ് ലൈഫ് കഴിഞ്ഞു ഗൈസ്. എടുക്കൂല. തീർന്നിട്ടൊന്നുമില്ലാന്ന് തോന്നുന്നു. ഇല്ല, പ്രമുഖരായ വ്യക്തികൾ വരുന്നുണ്ട്. ഫുഡ് തീർന്നൊക്കെ ഉണ്ടാവില്ല. ഇത് ചോറ്. നമ്മൾ ടീച്ചർ കൂടി ഇന്നത്തെ പരിപാടി ഇവിടെ കഴിയണം. നമ്മൾ ടീച്ചറെ വേണ്ടി പോവാണ്. സാധാരണ സന്ധ്യം പറയണേ സാർ.